തുടങ്ങുകയാണ്. പക്ഷേ സമയം അവസാനിച്ചിരിക്കുന്നു. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, രക്ഷിതാവിങ്കലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. കാൽകളില്ലാതെ, വാഹനങ്ങളില്ലാതെ, നിമിത്തങ്ങളില്ലാതെ യാത്രയതാ മലക്കുകളിലൂടെ പുതിയ ലോകത്തേക്ക് നീങ്ങുന്നു. സഹോദരങ്ങളെ, മനസ്സിലാക്കാൻ മറന്നുപോണ്ട. പരലോകത്ത് വന്ന് ജീവിതത്തിന്റെ എല്ലാ പച്ച യാഥാർത്ഥ്യങ്ങളും കണ്ടവർ പരലോകത്ത് വെച്ച് പറയുന്ന വാക്കിതാ കേട്ടോ. വല്ല സംശയവും മനസ്സിലുണ്ടെങ്കിൽ നീക്കിക്കോ. റബ്ബനാ അമത്തനത്നതൈൻ വഅഹ്യൈതനത്നതൈൻ, റബ്ബേ 2 പ്രാവശ്യം നീ ഞങ്ങളെ മരിപ്പിച്ചുവല്ലോ, 2 മരണം ഞങ്ങൾക്കു നീ തന്നുവല്ലോ, 2 ജീവിതം ഞങ്ങൾക്കു നീ തന്നുവല്ലോ. സഹോദരങ്ങളെ, ഏതാണ് 2 മരണം? ഏതാണ് 2 മരണം? ഞാൻ എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടക്കവേ ആത്മാവിനെ ഊതുന്ന നിമിഷങ്ങൾക്ക് മുമ്പ് ഞാൻ ശവമായിരുന്നു, മയ്യത്തായിരുന്നു, ജഡമായിരുന്നു. മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഏതു നിമിഷമാണോ ആത്മാവിനെ എനിക്കു ലഭിച്ചത്, ആ നിമിഷം വരെ ഞാൻ ജീവനില്ലാത്ത ശവമായിരുന്നു, മയ്യത്തായിരുന്നു. ആത്മാവ് വന്നു ജീവന്റെ തുടിപ്പാരംഭിച്ച നിമിഷം മുതൽ ഒരു പുതിയ ജന്മം തുടങ്ങുകയാണ്. ഒരു മരണവും കഴിഞ്ഞ് ഒരു ജീവിതത്തിലേക്ക് വന്നവരാണ് ഞാനും നിങ്ങളും. സഹോദരങ്ങളെ, ഇനിയുമുണ്ടൊരു മരണം. താടി കെട്ടിക്കിടക്കുന്ന മരണം, പെരുവിരലുകൾ അകലുമ്പോൾ കാലുകൾ ഒന്നിച്ചു നിർത്താൻ തുണിക്കഷ്ണം കൊണ്ട് കൂട്ടിക്കെട്ടിക്കിടത്തുന്ന മരണം. അതിനപ്പുറത്താണ് ജീവിതത്തിന്റെ യാഥാർത്ഥ്യം കിടക്കുന്നത്. അവിടേക്കു നമ്മളെത്തും. ഗർഭപാത്രത്തിന് പുറത്തെത്തിയതുപോലെ ഭൂമിയിൽ നിന്ന് പുതിയ ജീവിതത്തിലേക്ക്, പുതിയ അനുഭവങ്ങളിലേക്ക് നമ്മൾ മാറും. ഉറക്കത്തിലെ പോലെ പുതിയ കാഴ്ചകളെ നമ്മൾ കാണും, പുതിയ അനുഭവങ്ങളെ നമ്മൾ കാണും. സഹോദരങ്ങളെ, വിശ്വസിച്ചുള്ള ഈ വിശ്വാസത്തിന് തുടങ്ങാതെ ദീനിൽ ആർക്കും ഒന്നും ചെയ്യാല്ല. ഖുർആൻ അങ്ങനെ തുടങ്ങണേ. പലപ്പോഴും ചില ആളുകളൊക്കെ വലിയ ബുദ്ധിമാന്മാരാന്ന് സ്വയം വിചാരിച്ച് ചിന്തിച്ചവർക്കൊക്കെ സഹോദരങ്ങളെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല, പരലോകം ബോധ്യപ്പെട്ടില്ല. ഞാൻ അത് എന്തുകൊണ്ടാ പറഞ്ഞു വെച്ചാല്, ഖുർആനിന്റെ അക്ഷരങ്ങൾക്ക് ഇങ്ങനെ ജീവൻ പകർന്നിട്ട് ലേണിംഗ് ക്ലാസിന്റെ ബോർഡിൽ അത് ഇങ്ങനെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കിടക്കുമ്പോഴേ ഒരു കുലുക്കം കാണാൻ ഇളക്കം. എന്തളക്കെന്നറിയോ? വിരുന്നിന് വീട്ടിൽ പോയി 10-15 ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ മക്കളെ വിളിച്ച് പറഞ്ഞു, മക്കളെ ഉണങ്ങിയല്ലോ ചെടികളൊക്കെ ഒക്കെ ഉണങ്ങിപ്പോയി. രണ്ടാ പിന്നെ 250 ഉറുപ്പ്യ കൊടുത്ത് വാങ്ങിക്കൊടുന്ന ആ ചെടിന്റെ ചോട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചു നോക്കി. ചിലപ്പോ അതിന്റെ വേരിന്റെ നല്ല പച്ചപ്പുണ്ടെങ്കിലോ അതിങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചപ്പോഴേ വേരുമെന്ന് ഇങ്ങനെ ഒരു തളിര് വരുന്നു. ഇതുപോലെ വരും തളിർ. ഖുർആനിന്റെ തെളിനീര് ഹൃദയത്തിക്കാണ് ഇറങ്ങിയത്. ആരെ ഹൃദയത്തിക്ക് ഇറങ്ങിയത്? ഇവിടുത്തെ എത്തിയുള്ളൂ സഹോദരങ്ങളെ. അതറിഞ്ഞാ വരും, അവിടുന്നേ വരുള്ളൂ. അതാണ് ശരിക്കുള്ള വിശ്വാസം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്, അതാണ് ഗ്രന്ഥം. അംഗീകരിച്ചോ ശ്രോതാക്കളെ നിങ്ങൾ, അതാണ് ഗ്രന്ഥം. യുഗങ്ങളെ അതിജീവിച്ച ഗ്രന്ഥം. പ്രപഞ്ചനാഥന്റെ സൂര്യനെ പണിത കൈകളിൽ നിന്ന്, സൂര്യനെ പണിത രക്ഷിതാവിൽ നിന്ന് വന്ന വാചകം. വാക്കുകൾ അവന്റേതാണ്, ആശയം അവന്റേതാണ്. ഈണമുള്ളത് കൊണ്ട് കവിതയല്ലത്. ഭാവി പറഞ്ഞതുകൊണ്ട് ജോത്സ്യന്റെ വചനങ്ങൾ അത് അല്ലത്. റബ്ബിന്റെ അടുക്കെന്ന് വന്നതാ ഖുർആൻ. അതങ്ങനെ വിശ്വസിക്കാം. ലാ റൈബ ഫീഹി, അതിൽ സന്ദേഹമില്ല. ഹുദൽ ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് മാർഗദർശനമാണ്. എന്താണ് അവരുടെ ഗുണം? ഒന്നാമത്തെ ഗുണം കേട്ടോളൂ, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, മറഞ്ഞ കാര്യങ്ങളിൽ അവർ വിശ്വസിക്കും. ഒന്നാമത്തെ അതന്നെ. സഹോദരങ്ങൾ, നിങ്ങൾക്ക് അറിയോ അമാനി മൗലവി പരിഭാഷ എവിടുന്ന തുടങ്ങിയത്? മുഹമ്മദ് അമാനി മൗലവി പരിഭാഷ എഴുതാൻ തുടങ്ങിയത് എവിടുന്നറിയോ? സൂറത്തുൽ ഇഖ്ലാസിന്റെ അവിടുന്ന് മേലക്കല്ല, സൂറത്തുൽ ഫാത്തിഹന്റെ അവിടുന്ന് താഴക്കുമല്ല, അൽ കഹ്ഫിന്റെ അവിടുന്ന് തുടങ്ങിയത്. എന്താണ് അതിന്റെ കാരണം? അമാനി മൗലവിന്റെ പരിഭാഷയുടെ ചരിത്രവും പരിഭാഷ വായിച്ചു കൊടുക്കുക. എന്താ കാരണം എന്നറിയുന്ന കാരണം? അതായത് അന്നത്തെ വളരെ പ്രഗത്ഭനായിരുന്ന, ഇസ്ലാമിനെ അങ്ങേയറ്റം സ്നേഹിച്ചൊരു പണ്ഡിതനായിരുന്നു CN അഹമ്മദ് മൗലവി. ഞാനിത് വളരെ കരുതിക്കൂട്ടിയാണ്
ഈ ക്യാമ്പിന്റെ സമാപനത്തിൽ പിരിഞ്ഞു പോകുന്ന നിങ്ങളുടെ മനസ്സിൽ ഈ യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തുന്നത്. അദ്ദേഹം ഇസ്ലാമിനെ പൊളിക്കാൻ വന്ന ആളല്ല, ഇസ്ലാമിനെ നശിപ്പിക്കാൻ വന്ന ആളല്ല. അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളും ലേഖനങ്ങളുടെയും ലക്ഷ്യം നമ്മൾ കാണുമ്പോൾ ഇസ്ലാമിനെ ലോകത്തിന് എത്തിക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹം ഉണ്ടായ ആളാണ് അദ്ദേഹം. അദ്ദേഹം എന്താ ചെയ്ത നിങ്ങൾ ഖുർആൻ അങ്ങനെ വായിച്ചു നോക്കിയപ്പോ ഇങ്ങനെ തോന്നിച്ചാൽ ആയത്തൊക്കെ അതൊക്കെ അമുസ്ലിങ്ങൾ വായിച്ചാൽ ഖുർആനെ പറ്റി അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും. കാരണം മൂസാ നബി അലൈഹി സ്വലാം കടലിലണ്ട് അടിച്ചപ്പോൾ ഫംഫലക്കൽ ബഹറു ഫകാന കുല്ലു ഫിറകിൻ കത്തൗദിൽ അദീം, കടല് പളന്നു, എന്നിട്ട് മണലും മണ്ണും നിൽക്കുന്ന പോലെ വെള്ളം നിന്നു എന്നിപ്പോ ഒരു അമുസ്ലിം വായിച്ചാൽ ഖുർആനെ പറ്റി തെറ്റിദ്ധാരണ ഉണ്ടാവില്ല അദ്ദേഹത്തിന്, അല്ലേ? അത് തീർക്കണമെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. ഖബറിൽ ശിക്ഷ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? മനുഷ്യൻ ദ്രവിച്ച് ദ്രവിച്ച് അടങ്ങിപ്പോകുന്ന ഖബറിൽ ശിക്ഷ ഉണ്ടെന്ന് വ്യാഖ്യാനിക്കേണ്ടത്, വിശദീകരിക്കേണ്ടത് സഹോദരങ്ങളെ. സുലൈമാൻ നബി എന്ന മഹാനായ ഒരു പ്രവാചകൻ ഉറുമ്പുകളോട് വർത്താനം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതൊരു അന്ധവിശ്വാസത്തിന്റെ ഗ്രന്ഥാന്ന് ആൾക്കാർ വിചാരിക്കൂല. അദ്ദേഹം അതിനൊക്കെ സുന്ദരമായി വ്യാഖ്യാനിച്ചു. വേലിയിറക്കുണ്ടായപ്പോ മൂസാ നബി പരിചയസമ്പന്നനായ ആട്ടിടയൻ വടിയും കുത്തി അങ്ങനെ ഉണ്ട് കടന്നുപോയി, അല്ലേ? കേൾക്കുമ്പോൾ എന്ത് മനോഹരമാണ്. ഏത് ബുദ്ധിക്ക് ഉൾക്കൊള്ളാം. നംലത്ത് എന്ന് പറഞ്ഞാൽ ഉറുമ്പല്ല, അതൊരു ഗോത്രവർഗക്കാരിയാണ്. അല്ല ഉറുമ്പിനോട് വർത്താനം പറഞ്ഞു, ഒരു ഗോത്രവർഗക്കാരിയോട് വർത്താനം പറഞ്ഞു. മനസ്സിലാണല്ലേ? എന്തൊരു സുന്ദര വ്യാഖ്യാനാണ്, എന്തൊരു വ്യാഖ്യാനമാണ് സഹോദരങ്ങളെ. എന്താ പ്രശ്നം നിങ്ങള്? എന്താ പ്രശ്നം അറിയോ? വിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞാലും അത് ഇന്റെ ബുദ്ധിക്ക് യോജിച്ചാലും ഇല്ലെങ്കിലും അത് സത്യം. സാക്ഷാൽ അഗ്നിയിൽ ഒന്നും പറ്റാതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പുറത്തേക്ക് വന്നു. വിശ്വാസമുണ്ടോ? മനസ്സിലായി? വിശ്വാസമുണ്ടോ സഹോദരങ്ങളെ? അവർക്കേ ഇതൊക്കെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ആ ഖുർആൻ സംശയരഹിതമായി സ്വീകരിച്ചാൽ സ്വർഗവും നരകത്തെയും കുറിച്ച് എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ അങ്ങനെ തന്നെ എങ്ങനെ മനസ്സിലാവും. സറാബീലുഹും മിൻ ഖത്റാൻ, താറിന്റെ വസ്ത്രങ്ങളാണ് നരകത്തിൽ അണിയപ്പെടുന്നത്. കേൾക്കുമ്പോഴൊക്കെ മനസ്സിക്ക് ബേജാർ. ഖുർആനാ പറയണത്, ഖുർആനാ പറയണത്. നരകത്തിന്റെ ചീഞ്ഞ ജലം കുടിച്ചാൽ ആമാശയങ്ങൾ പൊട്ടിപ്പിളർന്നു പോകും. നരകത്തിലെ ചെരുപ്പ് കാലിൽ ധരിച്ചാൽ തലയോട്ടികൾ ഇതാ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും. സഹോദരങ്ങളെ, അങ്ങനെ വിശ്വസിച്ചാൽ ആളുകൾക്ക് എങ്ങനെ മാറാതിരിക്കാൻ പറ്റുക? ഞാൻ കുറ്റപ്പെടുത്താനാണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. എന്നോട് സമദക്ക പറഞ്ഞു, ഈ സദസ്സിൽ ഞാൻ കാണുന്ന പുരുഷന്മാരെക്കാളും അധികം സ്ത്രീകൾ അപ്പുറത്തുണ്ടെന്നാ പറഞ്ഞു. ഞാൻ മുൻനിർത്തി പറയാം സഹോദരങ്ങൾ, നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ ഭാര്യമാരും കുട്ടികളും വീട്ടിൽ കയറുമ്പോൾ ഇങ്ങനെ നിർത്തിയിട്ട് അവരോട് ചോദിക്കുക, അതാ നാളെ പരലോകത്തൊരു സത്യസന്ധമായ വിചാരണക്ക് മുമ്പിൽ ഈ വസ്ത്രം